ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ വാഗമൺ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ്. ഇതാണ് നമ്മൾ താമസിക്കുന്ന റൂം. ഞാൻ ഇന്നലെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറെ ഫാമിലീസൊക്കെ ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഇപ്പോൾ പൂള് യൂസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇനി ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പോവാണ്. ഹായ് പറഞ്ഞേ, ഒരു ഹായ് പറഞ്ഞേ. ഇന്നലെ ചെറിയ മഴയുണ്ടായിരുന്നു. അപ്പോൾ ഇക്കതേ വണ്ടിയൊക്കെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹായ് പറഞ്ഞേ, ഹായ് ഹായ് ഹായ്. മതിയാ? മുട്ടക്കുന്നി നോക്കുമ്പോഴുള്ള വ്യൂ പോയിന്റ് ആണ് തങ്ങൾ പാറ കാണുന്നത്. നൂറ്റമ്പത് സ്പീഡിലാണ് പോകുന്നത്. പിച്ചാടി ഇതുമില്ല ചേച്ചി. ഇപ്പോൾ പൊതു അവിടെ നോക്കുന്നു. ഇത് ശ്വാസം ചേച്ചി പറഞ്ഞു
ഇതൊക്കെ ഒരു സ്ഥലം കിട്ടല്ലേ സിംഹം വിളിക്കുന്നത് എങ്ങനെയാ? കാക്ക വിളിക്കുന്നത് എങ്ങനെയാ? എന്റെ ഒരു പണിയും നടന്നില്ല, ഒരു വീഡിയോ എടുക്കും. നമ്മൾ വാഗമണ്ണിൽ നിന്ന് തിരിച്ചിട്ടുണ്ട്. ഇനി നേരെ വീട്ടിലോട്ടാണ്. ഫുഡ് കഴിക്കണം, വീട്ടിലോട്ട് പോകണം. മോൾ ഉറക്കമായി. വാഗമണില് നല്ല ട്രാഫിക് ആയിരുന്നു ഇന്ന്. കാരണം തിരുവോണം കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസം നല്ല ട്രാഫിക് ആയിരുന്നു. ഒരുപാട് വണ്ടികൾ ഭയങ്കരമായിട്ട് ബ്ലോക്കിൽ പെട്ടു, നമ്മളും പെട്ടു. ഏകദേശം ഒരു അരമണിക്കൂറോളം ബ്ലോക്കിൽ തന്നെ പോയി. ഇപ്പോൾ വാഗമണ്ണിൽ തിരിച്ചു പോവുകയാണ്. നേരെ ഇനി കൊല്ലത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരാവശ്യമുണ്ട്, അങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ പോയ സമയത്ത് വാഗമണ്ണിൽ നല്ല മഞ്ഞും ചെറിയ മഴയൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ ആയപ്പോൾ ഭയങ്കര വെയിലും ചൂടുമായിരുന്നു. പക്ഷെ പെട്ടെന്ന് അത് മാറി വീണ്ടും തണുപ്പ് വന്നു. നല്ല കോട കയറി, നല്ല ഭംഗിയായിരുന്നു. കഴിക്കാം. ഇവിടെ കയറുന്നു. ശരി, അവിടെ ആര്യ പോലെ എന്തുകൊണ്ട് അവർക്ക് നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലം ബ്രൂക്സ് റിസോർട്ട്. ഇപ്പൊ തുടങ്ങിയതാണെന്ന് തോന്നുന്നു അല്ലേ? ഈ ഇടയ്ക്ക് തുടങ്ങിയാണെന്ന് തോന്നുന്നു അല്ലേ? അവർക്ക് ആദ്യം ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, അതിനോട് ഇത് ഇപ്പം ബിൽഡിങ് പുതിയതായിട്ട് കിട്ടിയതാണ്. എൻ്റെ കൊള്ളാം, പുതിയതായിരുന്നു. സ്ഥലമൊക്കെ കൊള്ളാം, പുതിയതാണ്, നല്ല വൈബായിരുന്നു. പൂളാണ് ഹൈലൈറ്റ്. പൂള് നല്ല പൂളായിരുന്നു, ക്ലീൻ ആയിട്ടുള്ള പൂളാണ്. മോള് നല്ലതായിട്ട് എൻജോയ് ചെയ്തു, നമ്മളും എൻജോയ് ചെയ്തു. മോൾ ആദ്യമായിട്ടാണ് പൂളിൽ ഇറങ്ങുന്നത്. അവള് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അവൾക്ക് വെള്ളത്തിൽ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഈ റിസോർട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് വാഗമൺ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ ഉള്ളിലോട്ടാണ്. അതിൽ 1 കിലോമീറ്റർ ഒരു മലയുടെ അടിയിലോട്ടാണ് പോകുന്നത് റോഡ്. അത് റോഡായിട്ടില്ല, ജസ്റ്റ് മൺവഴിയാണ്, വളവും തിരിവുമായിട്ട്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് റോഡ് പോകാൻ. പക്ഷേ നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലത്താണ് റിസോർട്ടുള്ളത്. അപ്പോൾ നൈറ്റൊക്കെ ആണെങ്കിൽ പോലും 4 സൈഡിലും മലയും ആ ഒരു ചീവീടുകളുടെ സൗണ്ടും അങ്ങനെ ഒരു ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിരുന്നു. നല്ലൊരു ഉറങ്ങാൻ പറ്റി. ഇതിന് ചുറ്റും ഒരു അരുവി പോകുന്നുണ്ട്, അപ്പം അതിൻ്റെ സൗണ്ടൊക്കെ ഉണ്ട്. പിന്നെ ആ റോഡ് ഒരു നല്ല ഒരു ഓഫ് റോഡ് പോകുന്ന ഫീലാണ് ആ റോഡിൽ കൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ. ഞാൻ അവിടെ ബുക്ക് ചെയ്ത സമയത്ത് എൻ്റെ ഓണർ എന്നെ വിളിച്ച് ചോദിച്ചു, വണ്ടി ഏതാ, ചെറിയ വണ്ടി വല്ലതും ആണെങ്കിൽ സെഡാൻ ടൈപ്പ് വണ്ടികളാണെങ്കിൽ അങ്ങോട്ട് വരത്തില്ല, 1 കിലോമീറ്റർ കൂടുതൽ നടക്കാൻ വരും എന്നിങ്ങനെ പറഞ്ഞു. നമ്മുടെ വണ്ടി പോയി കൊണ്ടുപോയി തിരിച്ചു കയറി വരികയും ചെയ്തു, കുഴപ്പമില്ലായിരുന്നു. സെഡാൻ വണ്ടികളൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണ്, ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്ത വണ്ടികൾ പോകാൻ പാടാണ്. എൻ്റെ ഇത്രയും നാളുള്ള ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കേക്ക് കട്ട് ചെയ്യും, ഗിഫ്റ്റ് കിട്ടും, സാധാരണ അങ്ങനെ ആയിരുന്നു. പക്ഷേ
ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ബർത്ത്ഡേക്ക് ഇങ്ങനെ ട്രിപ്പ് പോകുന്നത്. അതും സാധാരണ നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ ഇരുന്ന് പ്ലാൻ ചെയ്ത് റെഡിയാക്കിയതിന് ശേഷമാണ് പോകുന്നത്. പക്ഷേ ഇതിപ്പോൾ എല്ലാം ഇക്കാനാണ് പ്ലാൻ ചെയ്തത്. എന്നിട്ട് ഇന്നലെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇന്നലെയല്ല മെനിഞ്ഞാന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. നമ്മൾ ഇന്നലെ എൻ്റെ ട്രിപ്പിന് വന്നു. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. എന്നിട്ട് ഞാൻ പ്രതീക്ഷിച്ചത് അവിടെ പോയിട്ട് മിക്ക റിസോർട്ടിൽ പോയിട്ട് കേക്ക് കട്ട് ചെയ്യുന്നതാണ്. പക്ഷെ അതിനു മുമ്പ് കേക്ക് കാറിൽ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മെമ്മറിയാണ് എൻ്റെ ഈ ഒരു ബർത്ത്ഡേ എന്ന് പറയുന്നത്. അത് എനിക്ക് ഇത്രയും സക്സസ് ആക്കി തന്നത് എൻ്റെ ഇക്കായാണ്. അപ്പോൾ താങ്ക്സ്.